നമസ്കാരം. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഐസക് വർഗീസിനോടൊപ്പം നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം അച്ചയ്യ. നമസ്കാരം. തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയൊക്കെയുണ്ട്? ചൂട് ഇലക്ഷനിൽ ഞങ്ങൾ ശക്തമായ രീതിയിൽ പോകുന്നതുകൊണ്ടുള്ള ചൂടുള്ളൂ. പിന്നെ ഞങ്ങൾ ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി നിലയ്ക്ക് അതിന്റെ ചൂടും ടെൻഷൻ പ്രഷറൊക്കെ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. മികച്ച പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ സീറ്റ് ഇവിടെ ഞങ്ങൾ ആഗ്ലാന്ന് തുടങ്ങാൻ പോണത്. മണ്ണാർക്കാടാണ് ആദ്യത്തെ സീറ്റ് ഞങ്ങൾ പിടിക്കുക. പിന്നെയാണ് ഞങ്ങൾ ബാക്കി 15 കൂടി പിടിക്കുക. മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഇപ്പോ ഏതാനും ദിവസങ്ങളായിട്ട് പര്യടനത്തിലാണ്. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ വേണമെന്നാണ് ഈ പര്യടനത്തിനിടയിൽ തോന്നിയിട്ടുള്ളത്? ഇവിടെ ഒരു വികസനം നടന്നിട്ടില്ല പാവപ്പെട്ട ജനങ്ങൾ മുഴുവൻ പറഞ്ഞ സാധാരണക്കാർ. ഈ മണ്ണാർക്കാട്ടിൽ ഒരു വികസനങ്ങളും ഇല്ല. 3 ടൈം ഒരാളെ പാസ്സാക്കി വിട്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. റോഡ് മുഴുവൻ പൊളിഞ്ഞു കിടക്കണു. പല കാര്യം കൊണ്ടുവരേണ്ടതായ ഒരു കാര്യങ്ങളോട് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഒരു പാർക്കോ, ഒരു വൈകുന്നേരം സമയത്ത് വയസ്സായവർക്ക് പോയിരിക്കാനുള്ള ഒരു പാർക്കോ, ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു ഉന്നത വിദ്യാഭ്യാസം വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ കോളേജോ ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല. അതേപോലെ അട്ടപ്പാടിയിലെ വികസനം, ഒരു നല്ല റോഡ്, നമ്മുടെ ബൈപ്പാസ് റോഡ്. ഞാൻ ഇവിടെ ജയിച്ച് വന്നാൽ ആദ്യം മണ്ണാർക്കാട് ടൗണിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള ബൈപ്പാസ് റോഡാണ് ആദ്യം കൊണ്ടുവരിക. അതാണ് മണ്ണാർക്കാട് എൻ്റെ ഏറ്റവും വലിയ ഞാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യം. എന്തായാലും ഞങ്ങൾക്ക് പ്രൊജക്റ്റ് ഉണ്ട്, NDAക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അത് പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കും ഞങ്ങൾ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക. അട്ടപ്പാടിയിൽ ആദിവാസി സമൂഹമുണ്ട്. അതുപോലെ അതിരൂപം വരുന്ന മണ്ണാർക്കാട് പട്ടണം മലയോര മേഖലയുണ്ട്. അതായത് തിരുവിഴാങ്കുന്ന്, കോട്ടപ്പാടം ഭാഗങ്ങളിലൊക്കെ മലയോര മേഖലയിൽ വന്യമൃഗ സംഘർഷം, അങ്ങനെ നിരന്തരം പ്രശ്നങ്ങളുള്ളൊരു മണ്ഡലം കൂടിയാണ് മണ്ണാർക്കാട്. അപ്പൊ അവിടേക്കൊക്കെ എങ്ങനെ, ഏത് രീതിയിലൊക്കെ ഉള്ള വികസന പ്രവർത്തനങ്ങൾ പ്ലാൻ ഉണ്ട്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പ്ലാൻ പ്രൊജക്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷം ഇവർ രണ്ടുപേരാണല്ലോ ഇവിടെ അങ്ങോട്ടും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കണേ. അതേപോലെ ആയിരിക്കില്ല ഞങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ. ശക്തമായ ഇടപെടലുണ്ടാവും. ഇനി ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സമരം ചെയ്യേണ്ടി വന്നാൽ സമരം ചെയ്തിട്ട് തന്നെ ഞങ്ങൾ കാര്യങ്ങൾ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകും. കാരണം ഞാൻ ജനകീയ MLA ആണ്, ജനകീയ രീതിയിലാണ് വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് NDAയുടെ ഒരു കാൻഡിഡേറ്റ് NDAയുടെ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ ഞാൻ പാലിക്കും. ഒപ്പം തന്നെ ജനങ്ങൾ കൂടെയായിരിക്കും. ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ട് വരുന്ന ഏത് കാര്യത്തിനെയും ശക്തമായി നേരിടും. അതാണ് ഞങ്ങളുടെ നയം തന്നെ. അതാണ് മോദി പറഞ്ഞിട്ടുള്ള ഉറപ്പ്. അതാണല്ലോ. മണ്ണാർക്കാട് മണ്ഡലത്തിൽ താഴെയായിട്ട് നിരവധി ആദിവാസി സമൂഹം ചിതറി കിടക്കുന്നുണ്ട്. അട്ടപ്പാടിയിൽ നിരവധി പാക്കേജുകളുണ്ട്. പക്ഷെ ആ പാക്കേജുകളുടെ ബലമൊന്നും താഴെ ചിതറി കിടക്കുന്ന സമൂഹത്തിന് കിട്ടാറില്ല. അപ്പൊ അതിലേക്ക് ഒരു പ്രത്യേക പരിഗണന അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും? 100%. ഞാൻ എൻ്റെ പത്രസമ്മേളനങ്ങളൊക്കെ പറഞ്ഞല്ലോ, അട്ടപ്പാടി വികസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ളൊരു കാഴ്ചപ്പാടാണ്. ഇനി ഞാൻ ജയിച്ചു വന്നാൽ കാണുന്ന അട്ടപ്പാടി നിങ്ങൾ പോലും ഞെട്ടും. മണ്ണാർക്കാടിന് ഡെവലപ്പ് ആവുന്ന അട്ടപ്പാടി അവിടെ ഉണ്ടാവുക. അവിടെ വ്യവസായ മേഖലയിൽ പല പ്രൊജക്റ്റുകളും കൊണ്ടുവരും. അത് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയിൽ. ഇവിടെ ഇപ്പോൾ കേരള സർക്കാർ സഹായിക്കില്ലെന്ന് അറിയില്ല. ഇനി ഞങ്ങളാണോ ഭരിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പ്രൊജക്റ്റ് കൊണ്ടുവരാം, അല്ലെങ്കിൽ അവരെ കാല് പിടിക്കണം. അതിൻ്റെ ആവശ്യമില്ല. കേന്ദ്രത്തിൻ്റെ ഫുൾ പിന്തുണയിൽ തന്നെ അട്ടപ്പാടിയിൽ ഞങ്ങൾ വികസനം കൊണ്ടുവരും. അവിടെ ഇനിയൊരു ശിശുമരം നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു കള്ളത്തരത്തിനും അവിടെ ഒരാൾക്കും കളിക്കാനുള്ള അവസരം ഞങ്ങൾ കൊടുക്കില്ല. ശക്തമായിട്ടായിരിക്കും പ്രശ്നം നേരിടുക. കാരണം ഞാൻ വന്നിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നതും ശക്തനാണ്, ഞങ്ങളുടെ പ്രവർത്തനവും ശക്തനാണ്. NDA ഇപ്രാവശ്യം സീറ്റ് പിടിച്ചെടുക്കണമെന്നുള്ള ഞങ്ങളുടെ നിലപാടാണ്. ഒരു കോംപ്രമൈസ് ആ കാര്യത്തിലില്ല. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തന്നെ അലനല്ലൂർ ഭാഗത്താണ്. ഇവിടുത്തുകാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് കണ്ണംകുണ്ട് പാലം. ഈ കണ്ണംകുണ്ട് പാലമാണ് ഈ അലനല്ലൂരുകാർ സ്ഥിരമായിട്ട് ഉന്നയിക്കുന്ന ഒരു ആവശ്യം. പാർട്ടിയും, അതായത് താങ്കളുടെ മുന്നണിയിലെ BJP സമരം വരെ നടത്തിയതാണ്. അപ്പൊ അതൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുമോ? തീർച്ചയായിട്ടും അതിന് ശക്തമായിട്ട് ഇനി കാര്യങ്ങൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ മറ്റൊരു മോഹം ഞങ്ങൾ കാണിച്ചു തരാം. ഇവിടെ 15 കൊല്ലം ആൾ ഭരിച്ചല്ലോ. ഇതിവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾ കണ്ടില്ലേ? അതുമാതിരി ആയിരിക്കില്ല ഞങ്ങൾ ഭരിക്കുമ്പോൾ. ഞങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കലാണ് NDAയുടെയും BJPയുടെയും മോദി സർക്കാരിൻ്റെയും പ്രത്യേകത. അതിവിടെ കേരളത്തിൽ നടപ്പിലാക്കും. അതിലൊരു കോംപ്രമൈസ് ആരും പ്രതീക്ഷിക്കരുത്. മറ്റൊരു കാര്യമുള്ളത്, ഈ തവണ തെരഞ്ഞെടുപ്പിൽ 2000-ന് ശേഷം ജനിച്ച ആളുകൾ, അതായത് ജൻസികൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാൻ വരുന്നതാണ്. കാരണം 2026 തെരഞ്ഞെടുപ്പാണ്. ഈ ജൻസികൾക്ക് റോഡ്, പാലം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് അവരൊക്കെ അങ്ങ് UK-ലും കാനഡയിലും ഒക്കെ കുടിയേറ്റാണ് നടക്കുന്നത്. അപ്പൊ അതിനച്ചാൻ എന്താണ്? അല്ല, അങ്ങനെ കുടിയേറ്റം ഇല്ലല്ലോ. അത് നമ്മൾ പറഞ്ഞേക്കുന്ന കുടിയേറ്റാണ്. ഇതെല്ലാം തിരിച്ചു വരണം. നമുക്ക് നമ്മുടെ നാടാണ് വലുത്. അവിടെ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ വീട്ടുകാർ ടെൻഷൻ ആവണം, അവരവിടെ ടെൻഷൻ ആവും. എന്താ അതിൻ്റെ ആവശ്യം? ഇവിടെ അവർക്ക് ജോലിക്കുള്ള സാധ്യതകളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി പ്രത്യേകിച്ച് കേരളത്തിൽ ഞങ്ങളുടെ ഒരു ഭരണം വരികയാണെങ്കിൽ അതിനുള്ള സാധ്യത ഇനിയും വർദ്ധിക്കും. ഇപ്പോഴത്തെ വർധനകളൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ സാഹചര്യം എന്നുള്ളത്. കാരണം ഞാനത് പറഞ്ഞാൽ അത് വളരെ മോശമാവുന്നതുകൊണ്ടാണ്. പിന്നെ കേന്ദ്രം ശക്തമായിട്ട് കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. ജനകീയമായൊരു സർക്കാരാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. അതിൻ്റെ വികസനങ്ങളൊക്കെ കൊണ്ടുവരാൻ എന്നെപ്പോലെ ഒരാൾ ഇവിടെ ജയിച്ചു വന്നാൽ അതും അതിൻ്റെ ഒരു ഭാഗമായിരിക്കും. കേരള സർക്കാർ വേറെ ഭരണത്തിലാണെങ്കിൽ ഞങ്ങൾ സഹായിച്ചോളുന്നില്ല. പക്ഷേ അല്ലെങ്കിൽ ഞാൻ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ വിടുന്നില്ല. കാരണം നമ്മളിതൊക്കെ ഫേസ് ചെയ്ത് പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് ശക്തമായ നിലപാടിലാണ് മുന്നോട്ട് പോകുന്നത്.
ഇപ്പോൾ ഉള്ളത് വലതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് 4ാം വട്ടമാണ് തെരഞ്ഞെടുപ്പിന്. അഡ്വക്കേറ്റ് ഷംസുദ്ദീനാണ്. 4ാം വട്ടമല്ലേ? അപ്പൊ 4ാം തവണയാണ്, 3 തവണ MLA ആയി, 4ാം തവണയാണ് മത്സര രംഗത്തുള്ളത്. അപ്പൊ മത്സര രംഗത്തുള്ളത് അപ്പോ അതിൽ ഒരു ആശങ്ക ഉണ്ടോ? അല്ല, ഷംസുദ്ദീൻ എന്ന് പറയാൻ എനിക്ക് അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് 3ാം ടൈം. ഈ 4 പറയരുത്. 4 ആൾ ചിന്തിക്കണ്ട, കിട്ടില്ല. അത് എഴുതി വെച്ചോളൂ. ഞാനാ പറയുന്നത്, NDAയുടെ സ്ഥാനാർത്ഥി. ഇനിയൊരു തുടർഭരണം അദ്ദേഹത്തിന് ഉണ്ടാവില്ല. നിങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് നമുക്ക് കാണാം. ഞാൻ ഉമ്മനയിൽ താമസിക്കണേ, നമുക്ക് നേരിട്ട് കാണാം. ഇനിയൊന്ന് തുടർ അദ്ദേഹത്തിന് ഉണ്ടാവില്ല. പിന്നെ CPIയുടെ കാര്യം, അതെന്താണെന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. അവിടെ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതും യുവാക്കൾക്ക് ഇഷ്ടപ്പെടുന്നതും അവർക്ക് ആവശ്യത്തിന് നേരിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു MLA ഞാനായിരിക്കും. അത് എന്നെ അറിയാവുന്ന ഒത്തിരി പേർക്ക് അതറിയാം. അതുകൊണ്ട് ശക്തമായ മത്സരമാണ്. ഒരു കോംപ്രമൈസും ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. ഇത് മത്സരമാണ്. അത് BJP NDA ജയിക്കാനുള്ള മത്സരമാണ്. ജയിച്ചിരിക്കും. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വ്യവസായിയാണ്. അപ്പോ താങ്കളും ഒരു വ്യവസായിയാണ്. അപ്പൊ ഈ മണ്ണാർക്കാട് ഇങ്ങനെ വ്യവസായികൾ സ്നേഹിക്കപ്പെടാൻ എന്താ കാരണം? അല്ല, ഞാൻ വ്യവസായിയാണ്. ഞാൻ മണ്ണാർക്കാടിനെ സ്നേഹിക്കുന്ന ആൾ. എൻ്റെ കുടുംബക്കാരും എല്ലാവരും ഇവിടെ ഉണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ വ്യവസായവും ഭയങ്കര ബന്ധമുള്ള ലീഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സമ്പന്ന പാർട്ടിയാണ്. അവർ MLA 3 ടൈം ഭരിച്ച് എന്തപ്പോൾ വികസിപ്പിച്ച ആ റോഡിലൊക്കെ ഒരു കുരുക്ക് മാറ്റാൻ പറ്റിയ ഒരു ഗതാഗത കുരുക്ക്. 15 വർഷം അല്ല, പിന്നെ 15 ടൈമായില്ല, 3 ടൈമായില്ലേ ഭരിക്കണു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ ജയിച്ചു വരട്ടെ, മാറ്റങ്ങൾ കാണിച്ചു തരാം. ജാതി മത ഭേദമന്യേ ഇവിടെ ജനകീയമായ ഒരു MLA ആയിരിക്കും ഞാൻ. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ 2 ഓഫീസ്, ഒന്ന് അട്ടപ്പാടിയിലും ഒന്ന് മണ്ണാർക്കാടും, 2 ഓഫീസ് ഉണ്ടായിരിക്കും. ആ ഓഫീസിൽ 2 സ്ഥലത്ത് ഓഫീസ് പ്രവർത്തനം ഉണ്ടായിരിക്കും. എങ്കിലും ഞാൻ രാഷ്ട്രീയ പാർട്ടി തണലിൽ ജയിച്ചു വരുന്നതുകൊണ്ട് അവരുടെ നിലപാടും എൻ്റെ നിലപാടായിരിക്കും. പക്ഷെ എൻ്റെ അഭിപ്രായം ഞാൻ അവരോട് പറയും. അതാണ് എൻ്റെ നിലപാട്. അപ്പൊ 100% ഈ മണ്ഡലം കൈപ്പിടിയിൽ ഒതുക്കും എന്ന് തന്നെയാണ്. അതിൽ തർക്കമല്ലോ. പറഞ്ഞില്ല, ആകെ വ്യവസായികളാണ്. ഞാനും വ്യവസായിയാണെന്ന് അറിയാലോ. ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് വ്യവസായി ആയത്. ഞാൻ അല്ലാതെ വീട്ടിൽ നിന്ന് കാരണന്മാരുണ്ടാക്കിയ പൈസക്ക് വ്യവസായം ആയതല്ല. ഗുരുവായൂർ കിഴക്കേ നടക്കി കിടന്ന് ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. അപ്പോൾ അതിൻ്റെ അങ്ങനെ ആളെയാണ് നേരിടേണ്ടതെന്നുള്ളത് മറ്റുള്ളവർ ചിന്തിക്കണം. അപ്പോൾ ഏത് വഴിക്കും ജനാധിപത്യ രീതിയിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളും നമ്മൾ മെനയും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം അത് തന്നെയാണ്, വികസനം മുരടിപ്പ് തന്നെയാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. അല്ല, ഇടതുപക്ഷം എന്തുന്നയിച്ചതിന്റെ കാര്യം? ഭരിക്കുന്നത് അവരല്ലേ. അവരെന്തിനാ ഉന്നയിക്കണേ? അവർക്ക് ഇപ്പൊ MLA ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഇവിടെ CPIയുടെ വകുപ്പില്ല, റവന്യൂ അടക്കം എല്ലാ വകുപ്പ്, കൃഷി അവരില്ല, എല്ലാം അവരില്ല. എന്താ അവർക്ക് ചെയ്യാൻ പറ്റില്ലേ? എന്തിനാ MLA വിടൂ. LDFനും വേണമെങ്കിൽ കൂടെ ചെയ്യാലോ. അതാണല്ലോ ഞാൻ ഇപ്പോൾ ഈ കാൻഡിഡേറ്റ് ആവാനുള്ള കാരണം. അപ്പോൾ വികസനം വെടിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തീരും. അവരെ കൊണ്ടും സാധിക്കാത്തത് ഞങ്ങൾ ചെയ്യും. അതാണ് ഞങ്ങൾ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മുടെ ഉറപ്പ്. ആ ഉറപ്പോട് നടപ്പിലാവും. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും സാധിക്കാത്തത് NDA മുന്നണി സാധിക്കാൻ വേണ്ടി തന്നെയാണ് ഐസക് വർഗീസ് സ്ഥാനാർത്ഥിയായിട്ട് മണ്ണാർക്കാടേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ അല്ലേ. അതിലൊരു ചെറിയ കണ്ണിയാണ് ഞാൻ. ആ ഒരു കണ്ണി ചോദിച്ചാൽ ഒരു അസംബ്ലി സീറ്റിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇതേ നേതാക്കന്മാർ നിൽക്കണു. ഇതേ എത്ര കാലമായി കഷ്ടപ്പെടുന്നു. അധികാരമില്ലാതെ കഷ്ടപ്പെടുന്നവരാണ് ഇവര്. അപ്പൊ അധികാരത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ സ്ഥാനാർത്ഥി പൂർണ്ണമായിട്ട് വിജയിക്കും. പൂർണ്ണമായിട്ട് ഇപ്രാവശ്യം മണ്ണാർക്കാട് തൂക്കിയിരിക്കും NDA. പ്രധാനമന്ത്രി ഈ പാലക്കാട് വന്നിറങ്ങുന്നതോടെ നമ്മുടെ മണ്ണാർക്കാടിന്റെ മാറ്റം ഇതിലുണ്ടാവും. കാരണം 15 കൊല്ലത്തോളമായി ഈ UDFന്റെ ഭരണം. ഇവര് LDF UDF ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. കാരണം ഇവര് LDF എന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇവർ വോട്ട് ചോദിക്കാനാണ് പറയുന്നത്. ഒരു ചിഹ്നത്തിന് വേണ്ടിയിട്ട്. അല്ലാതെ രാഷ്ട്രീയം ഇവർ രണ്ടല്ല, ഒന്നാണ്. BJP NDAയെ തോൽപ്പിക്കാനാണ്. BJP വിജയസാധ്യത എവിടെ ഉണ്ടോ അവിടെയാണ് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഇവിടെ സഖ്യം ചേരുന്നത്. അപ്പോൾ ഇവിടെ കൊടിയുടെ മണം നോക്കി ജാതിയുടെ നോക്കിയിട്ടല്ല അവർ ചെയ്യുന്നത്. ഇവരൊറ്റക്കെട്ടായാണ് BJP തോൽപ്പിക്കാൻ നിൽക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പ് 2026 കൂടിയിട്ട് BJP കേരളത്തിൽ നിർണായക ശക്തിയാവും. ഭരിക്കുന്നതന്നെ പറയാം, സംശയിക്കേണ്ട. ഒരു മാറ്റമില്ല ഇതിൽ. NDA മുന്നണിയുടെ സ്ഥാനാർത്ഥി ഐസക് വർഗീസ് ആണ് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത്. പൂർണ്ണ വിജയപ്രതീക്ഷയിലാണ് ടീമുള്ളത്. കടുത്ത പ്രചാരണത്തിലാണ് ഇപ്പോഴുള്ളത്. വളരെ നന്ദി ഐസക്.